നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എറണാകുളം ലോകസഭാ മണ്ഡലത്തെ പറ്റിയാണ്. അപ്പം എറണാകുളം എന്ന് പറയുന്നത് എറണാകുളമാണ്. അതെല്ലാവർക്കും അറിയാം. എറണാകുളം പലപ്പോഴും എറണാകുളമായിരുന്നു, ഇപ്പോൾ അത് ഒരു ലോകോത്തര സിറ്റി, ഇൻ്റർനാഷണൽ സിറ്റി ആണ്. പക്ഷേ അതിൻ്റെ നിലവാരം പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് മറ്റ് ഇൻ്റർനാഷണൽ സിറ്റികളിലൊക്കെ പോയിട്ട് വന്നവർക്ക് അറിയാം. ഒരു കൊച്ചി, എറണാകുളം, കളമശ്ശേരി, ആലുവ ഒക്കെ ഉൾപ്പെടുന്ന ഈ എറണാകുളം എന്ന് പറയുന്ന തിരുവനന്തപുരം തലസ്ഥാനമാണെങ്കിൽ അതുപോലെ പ്രാധാന്യമോ അതിനേക്കാൾ പ്രാധാന്യമോ ഉള്ള ജില്ലയാണെന്ന് എല്ലാവർക്കും അറിയാം എറണാകുളം. അപ്പോൾ നമ്മുടെ വ്യാവസായിക കേന്ദ്രമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സിറ്റി ആകേണ്ട എറണാകുളത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലും അതുപോലെ പാർലമെൻറ്റിലും ലോകസഭയിലും എറണാകുളത്തെ ഭൂരിപക്ഷം ജനത ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടതാണോ അതിനെപ്പറ്റി സെൻസസ് പ്രകാരം കണക്കുണ്ട്, സമ്മതിച്ചു. പക്ഷേ അവിടുന്ന് ഇവിടെ മതേതരം പറയുന്ന സർവ മതവിഭാഗക്കാരും പാർട്ടിക്കാരും മതേതരം. പക്ഷെ അവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എടുത്താൽ ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായ ഒരു വിഭാഗത്തിൽ നിന്നും ജയിച്ചു പോയത്, വിശ്വനാഥ മേനോന്. ബാക്കി എല്ലാവരും എന്തുകൊണ്ടാണ് ഈ മതേതരം പറയുന്നവർ എല്ലാ മതസ്ഥരെയും അവിടെ എല്ലാ പാർട്ടിയിലും എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ, എന്നിട്ട് എന്താ മത്സരിപ്പിക്കാത്തത്? അപ്പോൾ വോട്ട് നേടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം, അത് കഴിയുന്നുടനെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരെയും മതേതരം പറഞ്ഞുകൊണ്ട് നടക്കുക. യഥാർത്ഥത്തിൽ മതേതരത്വം ഇല്ല, അത് സെക്കുലറാണ്, ആനയാണ് കൂനയാണെന്നൊക്കെ പറയും. പക്ഷേ വോട്ടിങ് വരുമ്പോഴും ഇലക്ഷൻ വരുന്ന സമയത്ത് മതേതരത്വമൊക്കെ മാറി നിൽക്കും. സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുന്നതിൽ ഓരോരുത്തരും കൊടുക്കുന്ന പ്രാധാന്യം മതവിഭാഗത്തിനനുസരിച്ച് തന്നെയാണ്. അതിന് യാതൊരു തർക്കമില്ല എന്നുള്ളത് എറണാകുളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്. മതേതരത്വമുള്ള നിങ്ങൾ മറ്റു മതവിഭാഗത്തിൽപ്പെടുന്നവരെ എന്തുകൊണ്ട് അവിടെ ആ പാർട്ടിയിലൊന്നും ആളില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ അല്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഹൈബീഡനാണ് അവിടുന്ന് ഇപ്പോൾ സിറ്റിംഗ് എം പി ആയിട്ട് ഇരിക്കുന്ന ആൾ. അതിനു മുമ്പ് സെബാസ്റ്റ്യൻ പോൾ ആയിരുന്നെന്ന് തോന്നുന്നു. അതിനു മുമ്പ് KV തോമസ്. പിന്നെ ഇപ്പോൾ KV തോമസ് എവിടെ ചാടി എവിടെ പോയെന്നും ഇപ്പം വലിയ തുക റെമ്യൂണറേഷൻ വാങ്ങിച്ച് ഡൽഹിയിൽ പോയിരുന്നു വലിയ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാൻ പോയിരിപ്പുണ്ടല്ലോ KV തോമസ്, എല്ലാവർക്കും അറിയാം. അവിടെ ഒരു കുടുംബാധിപത്യം ഉണ്ട് എന്നുള്ള കാര്യം, കോൺഗ്രസിനെ കുടുംബാധിപത്യം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാവുന്ന, അതായത് ഇന്ത്യയിൽ എന്നല്ല എല്ലാവർക്കും അറിയാം. കാരണം ഒരാൾ എല്ലായിടത്തും പോയി പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ അറിയാമല്ലോ ഇതെവിടെ നിന്ന് വരുന്നതാണ്, വിത്ത് എവിടുത്തെയാണെന്ന് എല്ലാവർക്കും അറിയാം. ലോകരാഷ്ട്രങ്ങളിൽ എങ്ങും കാണാത്ത ഇന്ത്യയിൽ കാണുന്ന, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രവണതയാണ് ഈ കുടുംബാധിപത്യം. നമ്മൾ രാജഭരണം വേണ്ടാന്ന് വെച്ചവരാ, പിന്നെന്തിനാ നമ്മൾ കുടുംബഭരണം ഫോളോ ചെയ്യുന്നത്? ബീഹാറിലും തമിഴ്നാട്ടിലും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും എല്ലാം കുടുംബാധിപത്യമാണ്. ഞാനിപ്പോൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അങ്ങ് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. എന്തായാലും കുടുംബാധിപത്യമുണ്ട്. അതുപോലെ കുടുംബാധിപത്യമാണ് നമ്മൾ ഈ എറണാകുളത്തും. ഹൈബീഡൻ്റെ അച്ഛനും MP ആയിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അതെല്ലാം പോട്ടെ. അവരൊക്കെ നിന്നു. ഇപ്രാവശ്യം നിൽക്കുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണന്, പിന്നെ ഷൈനോ അങ്ങനെ അങ്ങാണ്ട് പേരുള്ള ഒരാൾ, പിന്നെ ഹൈബീഡൻ, വീണ്ടും ഹൈബീഡൻ നിൽക്കുന്നുണ്ട്. അപ്പം എറണാകുളത്തെ സംബന്ധിച്ച് വ്യാവസായിക തലസ്ഥാനമെന്ന് പറയാം കേരളത്തിൻ്റെ. അതുപോലെയുള്ള എല്ലാം കൊണ്ടും ഞാൻ അതിൻ്റെ വിശദീകരണമൊന്നും ഇനി തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എറണാകുളത്ത് നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉള്ള സ്ഥാപനങ്ങളും പിന്നെ അല്ലാതെ ഉള്ള ഒരുപാട് ഫാക്ടറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഈ MP മാർ വരുന്നതിനൊക്കെ മുന്നേ അവരാരും ഉണ്ടാക്കിയതുമല്ല,
നെടുമ്പാശ്ശേരി വിമാനത്താവളം തൊട്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും കഴിവിട്ട രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി കരുണാകരൻ തന്നെയാണ് അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുൻകൈ എടുത്തതെന്നും എല്ലാവർക്കും അറിയാം. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും കഴിവുള്ള നേതാക്കളെ, നാടിനെന്തെങ്കിലും ചെയ്ത ഭരണകർത്താക്കളെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കേണ്ട കാര്യമേ ഇല്ല. രാഷ്ട്രീയം വെച്ച് അവരെ എതിർക്കേണ്ടയും കാര്യമില്ല. പക്ഷേ അവരുടെ പിൻഗാമികളായിട്ടുള്ളവരൊന്നും കാര്യമായിട്ടുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഫാക്റ്റിനെ പറ്റി പണ്ടെല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന കാര്യം FACT. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നല്ലോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ എന്നോടൊരാൾ ചോദിച്ചായിരുന്നു, ഇപ്പോഴത്തെ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, മോദിജി ഗവൺമെൻറ് എല്ലാം വിറ്റു തൊലച്ചു എന്നാണ് അവരുടെ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തത്. ഈ വിറ്റ് തൊലച്ചെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഈ ഉണ്ടായിരുന്ന പൊതുമേഖലയെല്ലാം കേന്ദ്രഭരണം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് ഉണ്ടായ പൊതുമേഖലയെല്ലാം നശിച്ച് നാറാണക്കല്ലായി പോയത്. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന അവരുടെ തലപ്പത്തിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത മുഴുവൻ നശിച്ച് നാറാണക്കല്ലായിപ്പോയതാണ്. അപ്പോഴാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ അവിടേക്ക് വന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ വരുന്നതോ സ്വകാര്യ സംരംഭങ്ങൾ വരുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും അത് ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നും അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയിലോട്ട് പോയിരിക്കുക. സ്വകാര്യ സംരംഭകരെ കൊണ്ടാണ് ചൈനയും ഒക്കെ ഉയർന്നിരിക്കുന്നത്. സ്വകാര്യ സംരംഭകരും സ്വകാര്യ കമ്പനികളും സ്വകാര്യ സമ്പത്തും വർദ്ധിക്കുമ്പോൾ ടാക്സ് കിട്ടും രാജ്യത്തിന്. അവരിലൂടെ വൻ തുകയാണ് ടാക്സ് ഇനത്തിൽ കിട്ടുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. തന്നല്ല, ആളുകൾക്ക് സൗകര്യങ്ങൾ. ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ അംബാനിയും അദാനിയും അവരെയൊക്കെ കുറ്റം പറഞ്ഞു നടക്കുക. വിദേശ കമ്പനികൾ വന്നാൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ആമസോണിനെ കുറ്റം പറയത്തില്ല. അതേസമയം അംബാനി അദാനിയും അത് ഇന്ത്യക്കാരായതുകൊണ്ട് അവർ വലിയ കുഴപ്പക്കാരാണ്. ഈ അംബാനിയുടെ പാർട്ടിക്കാരെ ഉണ്ടാക്കുന്ന, അവരുടെ കമ്പനി ഉണ്ടാക്കുന്ന ജിയോ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ നമ്മുടെ നാട്ടിൽ? ഞാൻ പൊതുമേഖലയുടെ BSNL ഉപയോഗിക്കാം. ഏത് തരത്തിൽ അത് പ്രവർത്തിക്കും? എല്ലാവരുടെ കയ്യിലും ഇത് ഇത്രയും എല്ലാ വ്യക്തികൾക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ചുമ്മാ എന്തെങ്കിലും ചെയ്യുമോ? അപ്പോൾ രാജ്യ പുരോഗതിക്ക് പ്രൈവറ്റൈസേഷൻ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അതിന് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം വെറ്റു തൊലച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ എന്നൊക്കെ കുറേ പറയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു ചെറിയ മറുപടി. ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനൊന്നും എനിക്ക് സമയമില്ല. നമുക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ അവരുടെ ഉത്കൃഷ്ടമായിട്ടുള്ള ബോധം കൊണ്ടൊക്കെ കൊണ്ടുവന്നതൊക്കെയാണ്. ദീർഘവീക്ഷണത്തിൻ്റെ ഒക്കെ ഭാഗം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ മേധാവികളും ഒക്കെ ചേർന്ന് അതിനെ കീഴോട്ട് കൊണ്ടുവന്ന് വളരെ ഏറ്റവും ലോ ലെവലിലായി കഴിഞ്ഞപ്പോൾ തൊഴിലവസരങ്ങളില്ല, അതിന് യാതൊരു വികസനവും ഇല്ലാതെ വന്നതുകൊണ്ട് സ്വകാര്യ സംരംഭകരെ നമ്മൾ ക്ഷണിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മുടെ രാജ്യത്തിന് ഇവരെല്ലാം ഏത് കാലത്തും ഈ പൊതുമേഖലയെല്ലാം ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അതിൻ്റെ ആരാണോ തലപ്പത്തിരുന്നവർ അവർ വേണമായിരുന്നു. അതൊന്നും ഇവിടെ നടന്നില്ല. അപ്പോൾ സംരംഭകർ വരും. അതെല്ലാ രാജ്യത്തും അങ്ങനെയാണ്. US-ലാവട്ടെ, മറ്റ് വികസിത രാജ്യങ്ങളിലെല്ലാം, ഗൾഫ് രാജ്യങ്ങളിലാട്ടെ എല്ലാം പ്രൈവറ്റ് ആൾക്കാരാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഫലമായിട്ട് ധാരാളം പേർക്ക് തൊഴിലും കിട്ടും, നമുക്ക് നികുതി പണവും കിട്ടും. നമ്മുടെ രാജ്യം എല്ലാ തരത്തിലും ഭൗതിക സാഹചര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം വികസിക്കുകയും ചെയ്യും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. പറഞ്ഞു വന്നത് ഫാക്റ്റൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യും? ഫാക്റ്റിൻ്റെ അവസ്ഥ പണ്ട് FACT എന്ന് പറഞ്ഞാൽ HMD, ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ 2 കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുള്ളൂ. HMD വാച്ച് എന്ന് പറഞ്ഞാൽ എന്തൊരു ബ്രാൻഡായിരുന്നു, ഗ്രാൻഡായിരുന്നു. ഇപ്പോൾ ബ്രാൻഡും ഇല്ല, ഗ്രാൻഡും ഇല്ല. HMD ഉണ്ടോ വാച്ച്? അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പോയി നമ്മുടെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത കൊണ്ട്. ഇടതും വലതിനും 70 വർഷമായിട്ട്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ മാറി അവരല്ലേ ഭരിച്ചത്. ആരും അതിനകത്ത് കൈകടത്താനൊന്നും ചെന്നില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും ഈ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാമായിരുന്നല്ലോ. കുറച്ചൊക്കെ വന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങ് വന്നു പോയതാ, വരാതെ ഒക്കത്തില്ലായിരുന്നു. അല്ലാതെ എടുത്തു പറയത്തക്കട്ട കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കേരളം ഉയർന്നത് കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ സ്വയമായിട്ടുള്ള അധ്വാനത്തിൻ്റെയും കൂടെ ഫലമായിട്ടാണ് അവരൊരു സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്നത് കേരളക്കാർ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ വികസനമോ കമ്പനികളും വ്യവസായശാലകളും ഒന്നും ഇല്ലാത്തതും ഒന്നും സാധാരണക്കാരൻ്റെ കുഴപ്പമല്ല, ഇവിടെ ഭരിച്ചവരുടെ കുഴപ്പമാണ്.
അവർക്ക് അതിനുള്ള ഉള്ള ഒരു ആശയമോ ആദർശമോ ദീർഘവീക്ഷണമോ അതിനുള്ള പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ പോയതുകൊണ്ട് ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ കാര്യം അറിയാം. ഇനി ആര് വന്നാലത്തെ സ്ഥിതി അവർക്കത് അടുത്ത കാലത്ത് നേരെയാക്കി കൊണ്ടുവരാനാവാത്ത വിധം സാമ്പത്തികമായി തകർന്നടിഞ്ഞു പോയി കിടക്കുന്ന കേരളം. അപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് എന്തായാലും യാതൊരു തർക്കവുമില്ല കേന്ദ്രത്തിൽ 10 വർഷത്തെ വികസനത്തിൻ്റെ ഭരണമായതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യവും BJP തന്നെ കേന്ദ്രത്തിൽ വരും. അതിന് യാതൊരു സംശയവുമില്ല. BJP NDA തന്നെ വരും. അപ്പോൾ അവർ വരുന്ന ഉടനെ ഇവിടുന്ന് പോകുന്നവർ അവർക്ക് പാർട്ടിക്ക് ഇതുണ്ടാക്കാം, ഒരു ശക്ത പോട്ടെ 44 നിന്ന് താഴോട്ട് പോകുന്ന സ്ഥിതിക്ക് ഇവിടുന്ന് കുറച്ച് പേരെ അവിടെ കൊണ്ടിരുത്തിയാൽ പാർട്ടിക്കൊന്ന് അഭിമാനിക്കാം. കേരളക്കാർ മതേതരക്കാരാണ്, ഇവിടെ ആ പരിപ്പ് വേഗത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളാം എന്ന് മാത്രമല്ലാതെ നമുക്കാർക്കും ഒരു പ്രയോജനവും അല്ലെ നമ്മുടെ നാട്ടുകാർക്ക് ഒരു പ്രയോജനമോ ഈ MP-മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്കൊന്നും സാധിക്കത്തുമില്ല. അല്ലെങ്കിൽ അതുപോലെ ആർജവമുള്ളവരായിരിക്കണം. അതൊന്നും അല്ല എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെ കേന്ദ്രമന്ത്രിമാരായിട്ടിരുന്നവരെയും MP-മാരായിട്ട് പോയവരെയും ഒക്കെ കൊണ്ട് നാടിന് വികസനം മുരടിച്ചു പോയ വികസനത്തിൻ്റെ തെളിവായിട്ട് ഇവരൊക്കെ വീണ്ടും പോയതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ KS രാധാകൃഷ്ണനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ആദിശങ്കര സർവകലാശാലയുടെ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. അതുപോലെ നല്ലൊരു പ്രസംഗകനാണ്, ഫിലോസഫറാണ്, നല്ല ക്രിയേറ്റീവ്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്, ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹവും മുമ്പൊരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുകൂടെ ചിന്തിക്കണം. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള തൃഷണാശാലിയായിട്ടുള്ള ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഒരു വ്യക്തി ആ പാർട്ടി വിട്ട് നമ്മൾ വേറൊരു ആശയത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വം പ്രചരിപ്പിക്കാനൊന്നുമല്ല, അതൊന്നും അദ്ദേഹത്തിൻ്റെ ജോലിയല്ല. നമ്മുടെ ഒന്നും ഒരു ഐഡിയോളജി പോലും അല്ല. ഇതെന്താ പ്രചരിപ്പിക്കാൻ? ഇത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആ തരത്തിലേ നിങ്ങളാരും ചിന്തിക്കരുത്. എല്ലാവർക്കും BJP എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേനും കുറേ അറിവില്ലാത്ത ആളുകൾക്ക് ഭയം, പേടി, പറയാനൊരു മടി. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മതേതരമായിട്ട് ചിന്തിക്കുന്നവർ ഭാരതത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകൾ തന്നെയാണെന്നുള്ള കാര്യം ഞാൻ ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജാതിമത രാഷ്ട്രീയം ഒന്നും പറയും. ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ രാഷ്ട്രീയത്തിനകത്ത് ഇതെല്ലാം കലർത്തി വോട്ട് പിടിച്ചതെല്ലാം പ്രീണനം എല്ലാം നടത്തിയതെല്ലാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ നാമാവശേഷമായി. ഇനി അവരെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ നിന്ന് അസ്തമിച്ചു പോയി. ഇനി അവർക്ക് പാർട്ടി ചിഹ്നം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസിൻ്റെ കാര്യം, കോൺഗ്രസ് ഒരു നല്ല പ്രതിപക്ഷമായിട്ടെങ്കിലും ഇന്ത്യയിൽ വരേണ്ടതാണ്. ഞാൻ പറയുന്നത് നല്ലൊരു പ്രതിപക്ഷം വേണം, തീർച്ചയായിട്ടും വേണം. അവർക്ക് ആളുകളെ ഭിന്നിപ്പിച്ച് ഉള്ള രീതികളും അവരുടെ ഇത്ര കാലത്തെ ഭരണവും കൊണ്ട് 10 വർഷം അടുപ്പിച്ചിരുന്നല്ലോ. മൻമോഹൻ സിംഗ് വലിയ കഴിവുള്ള പ്രതിഭാശാലിയായിരുന്നു. അതുപോലെ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു, ആനയായിരുന്നു, കൂനയായിരുന്നു. പക്ഷെ പുള്ളി വാവിളിച്ച് മിണ്ടുന്നതോ തല നിവർത്ത് നോക്കുന്നതോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കഴിവുറ്റ ഭരണാധികാരികൾ, പവറുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്തിന് ഉയർച്ചയുണ്ടാകും. അത് ഒരു വിഭാഗത്തിനും അതൊരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല 10 വർഷമായിട്ട്, ഇനിയുണ്ട്, ഉണ്ടാകത്തുമില്ല. നമ്മുടെ രാജ്യം അങ്ങനെ ഒരു രാജ്യമല്ല. ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വീകരിച്ച സംസ്കാരമാണ്, അല്ലാതെ ആരെയും തള്ളിക്കളഞ്ഞ സംസ്കാരമല്ല, ആരെയും വേർതിരിച്ച് നിർത്തിയ സംസ്കാരമല്ല. അപ്പോൾ അത് കേരളത്തിൻ്റെ മാത്രം സംസ്കാരമാണെന്നും പറഞ്ഞ് നമ്മൾ ദുരഭിമാനം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇനി എന്തോ ചിന്തിച്ചാലും കേരളത്തിൽ ഈ പരിപ്പ് വേവുകയല്ലെന്ന് പറഞ്ഞാലും മറ്റുള്ളിടത്തെല്ലാം വേകും. അപ്പോൾ മറ്റുള്ളിടത്തൊക്കെ വേകുന്ന പരിപ്പ് നമ്മുടെ കേരളത്തിലൂടെ വേവിച്ചാൽ നമ്മുടെ നാടിന് കൊള്ളാം. ഇല്ലെങ്കിൽ അതുപോലെ ഇഴഞ്ഞ് ഇനിയും പോകും 5 വർഷം. അല്ലാതെ യാതൊരു നേട്ടവും നമ്മുടെ നാടിന് ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ വിവരണവും നൽകുന്നില്ല, വീഡിയോ എളുപ്പം തീർക്കാം. അപ്പോൾ എറണാകുളം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന് അവിടെയൊക്കെ ഉള്ള വികസനങ്ങളൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം. എത്ര നാളായിട്ട് എറണാകുളമായിട്ട് കിടക്കുകയാണ്. ഒരു ഇൻ്റർനാഷണൽ സിറ്റി ആയിട്ട് എറണാകുളം മാറണം. അതിന് നമ്മുടെ വോട്ടുകളെല്ലാം നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനോട് ചേർന്ന് ചാലക്കുടിയുടെ കാര്യം കൂടെ പറഞ്ഞേക്കാം. ചാലക്കുടിയിൽ നിന്ന് കഴിഞ്ഞ 2014 ഇന്നസെൻ്റ് ജയിച്ചു.
2019 ബെന്നി ബെഹനാൻ ജയിച്ചു. ഇപ്പം അദ്ദേഹം ആയിരിക്കും സിറ്റിംഗ് MP. ഇവരുടെ ഒന്നും പേര് പോലും പാർലമെൻറ്റിലും വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഇന്നസെൻ്റ് ഇന്നസെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിനെ പിന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് അവിടുത്തുകാർ ജയിപ്പിച്ചു വിട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഇന്നസെൻ്റായിട്ട് അവിടെ പോയിരുന്നു. അങ്ങനെ ഇന്നസെൻ്റ്. നമ്മളിനി അതേപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ബെന്നി ബെഹനാനെ പറ്റി ആരും ഒന്നും കേട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് നമുക്കറിയാം. അതല്ലാതെ പാർലമെൻറ്റിൽ നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് നാടിന് ഗുണം ചെയ്യാൻ അവരുടെ ഫണ്ടെങ്കിലും ശരിയായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആ മണ്ഡലംകാർക്കറിയാം. എനിക്കതറിയില്ല. ഞാൻ അത്രയ്ക്കും കൂലങ്കഷമായിട്ട് എനിക്ക് നോക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല. പൊതുവെ ഈ കാണുന്ന കാര്യങ്ങളും പിന്നെ പ്രധാനമായിട്ട് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും എനിക്ക് നല്ലൊരു അവയർനെസ് ഉണ്ട്. അല്ലാതെ ഒരു MP അവിടെ എന്തൊക്കെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അറിയും. എന്ത് കാര്യങ്ങൾ എവിടെ ഒരു നല്ല കാര്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം മണ്ഡലം ഉയരും. അപ്പം എറണാകുളത്തിൻ്റെ പഴയ ആ പ്രഭാവം വൈഭവം FACT HMD അതുപോലെയുള്ള ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെല്ലാം അതിൻ്റെ പൂർവാധികം ശക്തിയായിട്ട് തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ എറണാകുളം ഒരു നല്ല ഇൻ്റർനാഷണൽ സിറ്റി ആകുന്നതിന് വേണ്ടിയിട്ടും ചാലക്കുടി എന്ന ആ നിയോജക മണ്ഡലം 2 നിയോജക മണ്ഡലങ്ങളിലെയും കഴിഞ്ഞകാല MP-മാർ വർഷങ്ങളായിട്ടുള്ള MP-മാർ പിന്നെ അവിടെ എന്താണ് പുരോഗതി കൊണ്ടുവന്നിട്ടുള്ളത്, ആ മണ്ഡലത്തിൻ്റെ വികസനം ഉദ്ദേശിച്ച രീതിയിൽ നടന്നിട്ടുണ്ടോ, വികസനം വരുമ്പോഴേ വികസനം എന്ന് പറയാനൊക്കത്തുള്ളൂ, അങ്ങനെ വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഓർത്തതാണ്, ആദ്യം ഓർത്ത് പിന്നെ മറന്നുപോയി. ബ്രഹ്മപുരം എല്ലാവർക്കും അറിയാമല്ലോ. ആ ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ കാര്യം അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ആരും ആയിക്കോട്ടെ, ആ പ്ലാന്റ് പൊട്ടിത്തെറിക്കുകയോ പുകയുകയോ ഒക്കെ ചെയ്ത് ആഴ്ചകളോളം പുകഞ്ഞ് എറണാകുളം, ആലുവ, ആലപ്പുഴ വരെയുള്ള മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് പൊട്ടിയാലത്തെ സ്ഥിതി നമുക്കറിയാം, ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മളൊന്നും പിന്നെ ഇപ്പോൾ പത്തനംതിട്ടക്കാരും കാണത്തില്ല, അതേ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ബ്രഹ്മപുരം പ്ലാന്റ് എന്ന് പറയുന്ന മാലിന്യ പ്ലാന്റ് ഇപ്പോഴും എങ്ങനെയാണോ ആവോ, മാലിന്യം കൊണ്ട് നിറഞ്ഞ് എത്രയോ പേര് ആസ്മാരോഗികളായിട്ട് മാറി, എത്ര പേര് മരിച്ചുപോയി, കോവിഡ് കാലത്ത് ആളുകൾ മരിച്ചു പോയതുപോലെ. ആ പ്ലാന്റൊന്നും ഇത്രയും കുന്നുകൂടുന്നിടം വരെ ആ കോർപ്പറേഷൻ ഭരിച്ചിരുന്നവർ അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ ഉൾപ്പെട്ട നിയോജക മണ്ഡലത്തിലെ നിയമസഭാ മെമ്പറോ പാർലമെൻറ്റ് അംഗമോ അവർക്ക് കുറിച്ച്, ഞാൻ പാർലമെൻറ്റിലെ കാര്യമായി നോക്കൂ, പാർലമെൻറ്റ് മെമ്പറാണ്, അപ്പോൾ എനിക്കപ്പോൾ അങ്ങനെ ഇവിടുത്തൊന്നും ബ്രഹ്മപുരമൊന്നും എൻ്റെ കയ്യിലല്ല, എൻ്റെ ഉത്തരവാദിത്വമല്ലെന്ന് ചിന്തിക്കരുതായിരുന്നു. അപ്പോൾ ആ ബ്രഹ്മപുരം പ്ലാന്റ് കാരണം ഉണ്ടായ മാലിന്യ പ്രശ്നങ്ങൾ കൊണ്ട് എത്രയോ ജനങ്ങൾ കഷ്ടപ്പെട്ട്, എത്രയോ ജനങ്ങൾ കാസർകോട്ടെ എൻഡോസൾഫാൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. അത് അവിടെ വരുമ്പം പറയാം, അതിനുള്ള സമയം ഉണ്ടാവുക. ഇപ്പോൾ ഇലക്ഷനിങ് അടുത്തല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേട്ടാൽ ഓർത്താൽ കണ്ണ് തോരത്തില്ല. അതുപോലത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ദുരിതങ്ങളുമാണ് നമ്മുടെ മലയാളി ഓരോ പ്രദേശത്തും. പത്തനംതിട്ട വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ശുദ്ധവായു ഏറ്റവും ഉള്ള ഓക്സിജനുള്ള സ്ഥലമാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് പത്തനംതിട്ട മാത്രമേ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. തന്നല്ല നമ്മുടെ ജനമല്ലേ അവിടെയും കിടക്കുന്നത്, മലയാളികൾ തന്നെ, കേരളക്കാരല്ലേ നമ്മൾ, ഇന്ത്യക്കാരല്ലേ നമ്മൾ. അല്ല, ഞാൻ പത്തനംതിട്ടക്കാരത്തി, അവിടെ ബ്രഹ്മപുരം പ്ലാന്റ് പൊട്ടിയാൽ എനിക്കെന്തോ, അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇവരുടെയൊക്കെ കെടുകാര്യസ്ഥത കൊണ്ടാണ് അതൊക്കെ ഇത്രയും വഷളായത്. അത് എങ്ങനെയാണ് നിർവഹിച്ചതെന്നും അതിൻ്റെ ദൂഷ്യഫലങ്ങളും സൈഡ് ഇഫക്ട്സ് എല്ലാം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു ഭാരതം, പുതിയൊരു ഇന്ത്യ, വികസിത ഭാരതം, ഭാരതത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ലോകത്തിന് നെറുകയിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിലെ എല്ലാ പൗരന്മാരുടെയും എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ കാണുന്നതിന് വേണ്ടിയിട്ട്, പ്രീണന സ്വജനപക്ഷപാത രാഷ്ട്രീയം, അഴിമതിയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ ഇന്ത്യ, പുതിയ ഭാരതം, അതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും NDA മുന്നണിക്ക് വോട്ട് ചെയ്യണം. ഒപ്പം ചാലക്കുടിയിലെയും NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.